പച്ചക്കറി അരിഞ്ഞ് നുറുക്കി നന്നായി പാക്ക് ചെയ്ത് ഒരു ചെറിയ കട തുടങ്ങി വിൽക്കാം, അല്ലെങ്കിൽ ഒരു സെയിൽസ് വാനിൽ വിൽക്കാം, അതുമല്ലെങ്കിൽ വഴിയരികിൽ സ്റ്റാൾ ഇട്ട് വിൽക്കാം. വീടുകളിൽ പാലും പത്രവും കൊടുക്കും പോലെ നുറുക്കിയ പച്ചക്കറി പാക്കറ്റുകൾ സബ്സ്ക്രിപ്ഷൻ മോഡലിൽ വിൽക്കാം. എന്തെല്ലാം സാധ്യതകളാണ്! നോക്കൂ, ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വേണ്ടുന്ന സ്കിൽ ലെവൽ ഓൾമോസ്റ്റ് സീറോ ആണ്. പച്ചക്കറി മൊത്ത മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് അരിഞ്ഞുകൂട്ടി ഏതെങ്കിലും ഓർഗാനിക് പ്രിസർവേറ്റീവ് ചേർത്തോ ചേർക്കാതെയോ വിൽക്കാൻ സ്ത്രീകളുടെ ജന്മവാസന മാത്രം മതി. ഇവിടെ സ്കിൽ വേണ്ടത് അരിഞ്ഞുകൂട്ടി പാക്കറ്റിലാക്കിയ പച്ചക്കറി ബാക്കി വരാതെ വിൽക്കുന്നതിൽ മാത്രമാണ്. കടമുറി വാടകയ്ക്കെടുത്തുള്ള വിൽപ്പന നോക്കാം. 100 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു ചെറിയ മുറി മതി. വലിയ ഡിസ്പ്ലേ പർപ്പസ് ഒന്നുമില്ലല്ലോ. പ്രധാനം ലൊക്കേഷനാണ്. പെണ്ണുങ്ങൾ കൂട്ടം കൂടുന്നിടത്തായിരിക്കണം നമ്മുടെ കട്ട് വെജിറ്റബിൾ ഷോപ്പ്. ഉദാഹരണത്തിന് സിവിൽ സ്റ്റേഷനുകൾ. ഒരു ജില്ലാ സിവിൽ സ്റ്റേഷൻ ആണെങ്കിൽ മിനിമം 400 സ്ത്രീകളെങ്കിലും അവിടെ ജോലി ചെയ്യുന്നുണ്ടാകും. മതി. അത്രയും വലിയൊരു കസ്റ്റമർ ബേസ് ഇല്ല. കാരണം സർക്കാർ ജോലിക്കാരായ സ്ത്രീകളെല്ലാം സമയം കയ്യിൽ പിടിച്ച് ഓടുന്നവരാണ്. അവർക്ക് പച്ചക്കറി അരിഞ്ഞു കിട്ടുക എന്ന് വെച്ചാൽ അതൊരു ഗോൾഡൻ സർവീസാണ്. ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയും വേണ്ടി വരില്ല. നിങ്ങൾ സിവിൽ സ്റ്റേഷൻ്റെ പുറത്ത് ചെറിയൊരു കടയിൽ അരിഞ്ഞുകൂട്ടിയ പച്ചക്കറി വിൽക്കാനിരിക്കുന്നുണ്ടെന്ന് അവർ അറിഞ്ഞാൽ മാത്രം മതി. ഇനി കടമുറി തുടങ്ങാനുള്ള പണം കയ്യിലില്ലാത്തവർക്കുള്ളതാണ് രണ്ടാമത്തെ മാർഗം, സെയിൽസ് വാൻ അല്ലെങ്കിൽ തെരുവിലെ കച്ചവടം. ഇനി ഡിസ്പ്ലേ വാഹനങ്ങൾക്കും പറ്റാത്തവർക്ക് സ്ഥിരം സ്ട്രീറ്റ് വെണ്ടർ സ്റ്റാൻഡ് ഒരുക്കാം. ഒരു ട്രേയിൽ അരിഞ്ഞ പച്ചക്കറികൾ നിരത്തി സ്ത്രീകൾ കൂടുന്നിടത്തെല്ലാം വിൽക്കുക. ആവശ്യമെങ്കിൽ നടന്ന് വിൽക്കുക, അല്ലെങ്കിൽ വീട് വീടാന്തരം നടന്ന് വിൽക്കുക. പോസിബിലിറ്റികൾ അനന്തമാണ്. ഇനി വേണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ മോഡൽ പരീക്ഷിക്കാം. ആദ്യം കുറേ വീടുകൾ കയറി ഇറങ്ങുക. എല്ലാ ആഴ്ചയിലും 2 തവണ അരിഞ്ഞ പച്ചക്കറികൾ കൊണ്ടുതരാമെന്ന് പറയുക. അവസാനം പണം വാങ്ങുക. പാലും പത്രവും ഒക്കെ വരും പോലെ വീട്ടിലേക്ക് അരിഞ്ഞ് പച്ചക്കറി പാക്ക് ചെയ്തതും വരട്ടെന്നേ. ഇനി അതും പറ്റാത്തവർക്ക് ഔട്ട്സോഴ്സിംഗ് കരാറെടുത്ത് അരിഞ്ഞ പച്ചക്കറി വിൽക്കാം. അതായത് അടുത്തുള്ള 50 പച്ചക്കറി കടകളിൽ നിന്ന് ഓർഡർ എടുത്ത് എല്ലാ ദിവസവും നിങ്ങളുടെ അരിഞ്ഞ പച്ചക്കറി പാക്കറ്റുകൾ അവിടെ കൊണ്ടുപോയി ഡിസ്പ്ലേ ചെയ്യുക. വിൽപ്പനയുടെ 5-10% കമ്മീഷൻ പച്ചക്കറി കടക്കാരന് നൽകേണ്ടി വരും. ഇനി അതും പറ്റാത്തവർക്ക് ഓർഡർ എടുത്ത് റെസ്റ്റോറൻറ്റുകൾക്കും ഹോട്ടലുകൾക്കും റിസോർട്ടുകൾക്കും കേറ്ററിംഗ് സർവീസുകാർക്കും എല്ലാം നൽകാം. പച്ചക്കറി നുറുക്കി പാക്കറ്റിലേക്ക് വിൽക്കുന്ന വീട്ടിൽ തുടങ്ങാവുന്ന ഈ സംരംഭത്തെക്കുറിച്ച് വളരെ വിശദമായൊരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. ഒരുപക്ഷെ ആ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റത്തിൻ്റെ തുടക്കമായാലോ? ലിങ്ക് ഫസ്റ്റ് കമൻ്റായി നൽകാം. സമയമുണ്ടാകുമ്പോൾ ബിനീഷ് അരവിന്ദൻ എന്ന യൂട്യൂബിൽ സെർച്ച് ചെയ്ത് വീഡിയോ കണ്ടു നോക്കൂ.